അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 25/12/1447 വെള്ളിയാഴ്ച. എന്ന് വെച്ചാൽ ഈ മാസത്തിലെ ഈ വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ച പുതുവർഷത്തിലാണ് വരുന്നത്. മുഹറം തുടങ്ങാൻ പോവുകയാണ്. അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മുഹറം 1. എന്താണ് മുഹറം? പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. മുഹറം 1 കഴിയാതെ, മുഹറം 10 കഴിയാതെ ഒന്നും പാടില്ല. മുഹറം നിക്കാഹ് പാടില്ല, വീടുദ്ഘാടനം പാടില്ല, ഒരു യാത്ര ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നൊരവസ്ഥ നമ്മളിങ്ങനെ കുറേ കേൾക്കുന്നുണ്ട്. പല ആളുകളും അങ്ങനെ വിശ്വസിച്ച് വച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നറിയോ? മുഹറം മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിങ്ങളുടെ ന്യൂ ഇയർ, ചന്ദ്രക്കല വർഷം അറബി നിലയിൽ ന്യൂ ഇയറാണ്. മുഹറം 1 തുടങ്ങുന്നത്. ഈ മുഹറം തുടങ്ങാൻ കാരണം മുൻകാലഘട്ടങ്ങളിൽ റമളാൻ, ശവ്വാൽ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ് മാസം 1 എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലം കഴിഞ്ഞ ശേഷം ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ മുഹറം മാസം ഒരുപാട് ചരിത്രങ്ങളുള്ള മാസമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത അത്ഭുതകരമായ പല സംഭവങ്ങളും നടന്ന, വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ ഹിജ്റ, ഷാമിലേക്കുള്ള ഹിജ്റ, ഹബ്ശയിലേക്കുള്ള ഹിജ്റ യാത്രയൊക്കെ തുടങ്ങിയ ദിവസം മുഹറത്തിലാണ്. അതുകൊണ്ട് തന്നെ മുഹറം മാസം ഒരു പ്രധാനമായ 1ാമത്തെ വർഷമായി കണക്കാക്കാമെന്ന് തീരുമാനിച്ചത് അന്നാണ്. അതുകൊണ്ടാണ് മുഹറം 1 മാസമായത്. പക്ഷേ ഈ മുഹറത്തിന് ചില പ്രത്യേകതകളുണ്ട്. മുഹറം മാസം എന്ന് വെച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള മാസമാണ്, ഒരുപാട് ചരിത്രങ്ങളുള്ള മാസമാണ്, ഇബാദത്തിന് കൂടുതൽ സ്ഥാനം നൽകുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തുള്ള മഹാന്മാരായ ആളുകളൊക്കെ മുഹറം 1 മുതൽ 10 വരെ ഒരു കാര്യത്തിൽ ഇടപെടൂല. അവർ ഇബാദത്തിലങ്ങ് സജ്ജരാവും. വളരെ ഉഷാറായിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ മുഹറം 10 കഴിയട്ടെ, ഇപ്പം നമുക്ക് ഈ ഒഴിവില്ല. കാരണം ഇബാദത്തുകളും ദിക്റുകളും തസ്ബീഹുകളും ഒക്കെയായി നോമ്പൊക്കെ നോറ്റ് എല്ലാവരും അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവർ പറയും മുഹറം 10 കഴിയട്ടെ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ മുഹറം 10 ചെയ്യാതെ ഒന്നും പറ്റൂല എന്ന് കരുതിയത്. സത്യത്തിൽ മുഹറം 10 കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാം നല്ലതെങ്കിലും ഒരാൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നു, അയാൾക്ക് പെട്ടെന്ന് നാട്ടിൽ നിൽക്കാതെ വേണം. മുഹറം 10 കഴിയാൻ വേണ്ടി കാത്തിരിക്കാൻ സമയം കിട്ടൂലല്ലോ. കഴിക്കാം, വീടുദ്ഘാടനം നടത്തണം, വേണ്ടപ്പെട്ട ആളുകളൊക്കെ പിരിഞ്ഞു പോകും, അപ്പോഴേക്കേ കിട്ടുള്ളൂ. നടത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അന്ന് പാടില്ല എന്ന വിശ്വാസം കഴിയുന്നതും ഒഴിവാക്കാം എന്നല്ലാതെ പാടില്ല എന്ന വിശ്വാസം ഇല്ല. അത് തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഫിറൗനെ നശിപ്പിച്ചതും മൂസ നബി രക്ഷപ്പെട്ടതും നൈൽ നദി പിളർന്നതും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരുപാട് സ്വർഗത്തെ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന ദിവസം, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ദിവസം, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് സംഭവങ്ങൾ, കർബല ഉണ്ടായ ദിവസം, ഒരുപാട് സംഭവങ്ങൾ ഉള്ള ചരിത്ര മാസമാണ് മുഹറം. അതുകൊണ്ട് തന്നെ ആ മുഹറം മാസത്തെ പ്രത്യേകമായി പരിഗണിക്കുകയും മുഹറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹറം 9, 10 വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്.
അപ്പോൾ ഈ മുഹറം 9ഉം 10ഉം ചില ആളുകൾ മുഹറം 1 മുതൽ തന്നെ 9ഉം 10ഉം വരെ നോമ്പ് നോൽക്കും. ചില ആളുകൾ 9ഉം 10ഉം, അത് നിർബന്ധമായിട്ടും കഴിവിൻ്റെ പരമാവധി. ഏറ്റവും വലിയ ശക്തിയായ സുന്നത്താണ് അറഫ നോമ്പിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ശക്തിയായൊരു സുന്നത്താണത്. ആ സുന്നത്ത് നിർവഹിക്കാൻ നോമ്പ് നോൽക്കുക ഒരുപാട് ചരിത്രങ്ങൾ അയവിറക്കാൻ പറ്റിയ ഇസ്ലാമിക ചരിത്രത്തിലെ അമൂല്യ സമ്പത്തുകളായ പല വിഷയങ്ങളും ഈ മുഹറം മാസത്തിൽ നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരെടുക്ക ചെന്നപ്പോൾ ജൂതന്മാർ കണ്ടപ്പോൾ അവരൊക്കെ നോമ്പ് നോൽക്കുന്നത്. അപ്പോൾ എന്താ, മൂസ നബി അലൈഹി സ്വലാം ഫിർഔൻ്റെ ശിക്ഷയിൽ രക്ഷപ്പെട്ടതുകൊണ്ട് അതിനു വേണ്ടിയാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യൂതന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം 9-നാണ് നോമ്പ് നോൽക്കുന്നത്, 10-നുണ്ട്. പക്ഷെ അന്ന് 10-നായിരുന്നു. ലഅല്ലി അൽക്കാക്കും ബഅദ ആമി ഹാദാ ലഅസൂമന്ന താസിയ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9-നും ഞാൻ നോമ്പ് നോൽക്കും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ചരിത്രങ്ങൾ വളരെ വിശാലമാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പരത്തി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെക്കുറിച്ചിടത്തോളം ന്യൂ ഇയർ വരികയാണ്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം ഇനി 5 ദിവസം കൂടി ഈ വർഷം തീരാനുള്ളൂ, അല്ലെങ്കിൽ 4 ദിവസം. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ജീവിച്ചതൊക്കെ ഒന്ന് കണക്ക് നോക്കുക, അക്കൗണ്ട് ചെയ്യുക. നമ്മുടെ കൂടെ ഈ വർഷത്തിലുണ്ടായ പലവരും അടുത്ത വർഷത്തിലില്ല, അവരൊക്കെ മണ്ണിനടിയിലാണ്. ഇനി വർഷം വന്ന് അടുത്ത വർഷമാകുമ്പോഴേക്ക് 1448 ആകുമ്പോഴേക്ക് എത്ര പേരുണ്ടാകും ഈ കൂട്ടത്തിൽ? ഞാനുണ്ടാവുമോ, നിങ്ങളുണ്ടാവുമോ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു വിചിന്തനം നടത്താൻ ഈ മുഹറം മാസത്തെ ഉപയോഗപ്പെടുത്തണം. പുതുവർഷം വരികയാണ്. ഈ വർഷം വന്ന് അവസാനിക്കുന്നത് അടുത്ത ദുൽഹജ്ജ് ലാസ്റ്റ് വരെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ വേണ്ടി ദയാനിധിയായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണത്. റിസ്ക് വിശാലമായി കിട്ടാനും ജോലി കിട്ടാനും ഈ മാസത്തിൽ ഈ വർഷത്തിൽ പ്രയാസങ്ങളും ഇടങ്ങേറുകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇതുപോലുള്ള ദിവസങ്ങൾ നന്നായി ദുആ ചെയ്യേണ്ട ദിവസങ്ങളാണ്. ഇബാദത്തുകൾ നന്നായി ഒന്നുകൂടി മെച്ചപ്പെടുത്തി ചെയ്യേണ്ട മാസങ്ങളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നിസ്സാരമല്ല. ജനുവരി 1 അതല്ല, അത് ക്രിസ്താബ്ദമാണ്. മുസ്ലിങ്ങളെക്കുറിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂ ഇയർ വരുന്ന ഇതാണ്, കുല്ല ആമിൻ വ അൻതും ബി ഖൈർ, എല്ലാ വർഷവും അല്ലാഹു തആല ഖൈർ നൽകട്ടെ എന്ന പ്രാർത്ഥനയൊക്കെ അതിലാണ്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തെ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുകയും ആ മുഹറം മാസത്തിൽ നമ്മൾ വിചിന്തനം നടത്തുകയും നമ്മുടെ പാസ്റ്റ് ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് സംശുദ്ധമായൊരു ജീവിതം കഴിവിൻ്റെ പരമാവധി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു നല്ല സത്യവിശ്വാസിയുടെ ലക്ഷണം. അല്ലാതെ അതങ്ങനെ വരുന്നു പോണു, നമ്മൾക്ക് മാറ്റമൊന്നുമില്ല, നമ്മളെ ലൈഫിനൊരു ചേഞ്ചും ഇല്ല എന്നൊരവസ്ഥ വരുന്നത് മാറ്റിയിട്ട് കഴിഞ്ഞ വർഷത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു അതിനേക്കാൾ കൂടുതൽ മെച്ചത്തിൽ ഇബാദത്തിൽ ഒന്നുകൂടി ഉഷാറാവുക. കഴിഞ്ഞ വർഷത്തിൽ വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒക്കെ തൗബ ചെയ്ത് ഈ വർഷത്തിൽ ഇനി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നൊരു തീരുമാനം എടുക്കാനും കൂടി നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ല വാക്കുകൾ കേൾക്കാനുള്ള നല്ലൊരു മനസ്സ്, അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. ചില ആളുകൾ നല്ലതൊന്നും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അവരെ കൽബിൽ എന്തൊക്കെയോ കേടുകളുണ്ടെന്ന് മനസ്സിലാക്കണം. മോശമായതെന്തോ തമാശയോ മറ്റു വല്ലതോ കോമഡിയോ ചീത്ത പറച്ചിലോ ഒക്കെ ആണെങ്കിൽ അത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റാണ്, അതിനൊക്കെ വലിയ രസമാണ്. ഗീബത്ത് പറയുന്നത് കേൾക്കാൻ വലിയ രസമാണ്. നിസ്സാരമല്ലതൊന്നും. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന വിശ്വാസമില്ലാത്തത് കൊണ്ട് ആഖിറത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ പലതും പറയും, പലതും ചെയ്യും. പക്ഷെ നമ്മെക്കുറിച്ചിടത്തോളം നമുക്ക് ഒരു ആഖിറം വരാനുണ്ട് എന്ന് ചിന്തിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. ഒബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ പേജിൽ തന്നെ അൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, ആഖിറമാകുന്ന വിശ്വാസം, പരലോക വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഇളകാതെ പതറാതെ ചിതറാതെ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ് സത്യത്തിൽ തഖ്വയുള്ളവരാകുക. തഖ്വ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയതല്ല, അത് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഉണ്ടാവേണ്ടതാണ്.
അത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കാണാതെ നിൽക്കുന്നൊരു വലിയ വിശ്വാസ ആദർശമാണത് തക്കവ. ആ തക്കവുള്ളവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ആ തക്കവുള്ളവൻ ആരും ചീത്ത പറയില്ല, തെറി പറയില്ല, അവൻ്റെ നാവിൽ നിന്ന് അനാവശ്യമായിട്ടൊരു വാക്ക് വരില്ല, ഒരാലിമിനെയും കുറ്റം പറയില്ല, ഒരാളെയും ആക്ഷേപിക്കൂല. ആദർശത്തെ എതിർക്കണം. നമ്മൾ വിശ്വസിച്ച ആദർശത്തെ എതിർക്കുക എന്നല്ലാതെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരാളെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. മൂത്തവരെ ബഹുമാനിക്കാനും താഴെയുള്ളവരുടെ കരുണ കാണിക്കാനും ഒക്കെ പഠിപ്പിച്ച പ്രവാചകൻ്റെ വാക്കുകളൊക്കെ പന്ത് തട്ടും പോലെ തട്ടിത്തെറിപ്പിച്ച് എന്തൊക്കെയാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രായമുള്ള ആളുകളൊക്കെ അതൊക്കെ മാറ്റിവെച്ചിട്ട് മനസ്സ് ഈ പരിശുദ്ധ മാസം വർഷം തുടങ്ങുകയാണ്. ഇനിയെങ്കിലും നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.